വിനോദയാത്രയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എക്സാക്ട്ലി 6 വർഷം മുമ്പ് എടുത്തൊരു പിക്ചറാണിത്. അന്നത്തെ ഞങ്ങളുടെ വീടിന്റെ റിയർ ഗാർഡന്റെ ഒരു അവസ്ഥയായിരുന്നു ഇത്. അതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ ഇവിടെ വരുത്തിയതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നിലവിൽ എൻ്റെ ഗാർഡന്റെ അവസ്ഥയാണിത്. നിറച്ചും പുല്ല് വളർന്ന് മുഴുവനായും കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ അവസ്ഥയൊന്ന് മാറ്റി എൻ്റെ ഗാർഡനെ ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഈ കാണുന്ന ഡെക്കിങ് ഞാൻ ഒരു 2-3 വർഷം മുമ്പ് റെഡിയാക്കി എടുത്താണ്. ഇതിൻ്റെ താഴെ ഒരു വലിയൊരു പോണ്ടായിരുന്നു, അത് മാറ്റി അതിൻ്റെ മുകളിൽ ഡെക്കിങ് ചെയ്തു. കണ്ടില്ല, ഈ സെൻറ്ററിലും വലിയൊരു പോണ്ടായിരുന്നു, അത് ഞാൻ മണ്ണിട്ട് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇന്ന് നമ്മുടെ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഈ റബ്ബിഷൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് പരിസരം മുഴുവനും ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനായിട്ട് ഇന്ദുക്കുട്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം ടൈഡിയാക്കി റബ്ബിഷൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. അല്ലേ, റബ്ബിഷൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് ടൈഡിയാക്കിയപ്പോൾ തന്നെ ഇവിടെയെല്ലാം പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ഒരു ഇത്തിരി സ്പേസ് ആയി. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വർക്കുകളിൽ പെട്ടതാണ് ഈ സൈഡിലെ കൽക്കെട്ടുകൾ മുഴുവനും വെള്ള പെയിന്റ് അടിച്ചെടുക്കണം. വെള്ള പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചെടി നിൽക്കുമ്പോൾ അത് എടുത്ത് കാണിക്കും. പിന്നെ ഈ സൈഡ് മുഴുവൻ കിളയ്ക്കണം. കിളച്ചിട്ട് വേണം നമുക്ക് കുറച്ച് കൃഷി ചെയ്യാനുണ്ട്. അതിനുശേഷം ഈ ഡെക്കിങ് ഫുള്ള് പെയിന്റ് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് മുഴുവൻ പെയിന്റ് അടിക്കണം. അടുത്തൊരു വലിയ പണിയാണ്. ഏകദേശം ഒരു 10-60 ചട്ടികളുണ്ട്. ആ ചട്ടിക്കകത്ത് മുഴുവനും ഈ കമ്പോസ്റ്റും ടോപ്പ് സോയിലൂടെ മിക്സ് ചെയ്ത് നിറയ്ക്കണം. അതിനുശേഷം എന്താണ്ട് ഞാൻ ചെടി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 1 by 1 ആയിട്ട് വെക്കണം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇത് കണ്ടില്ല, ഇതൊരു മെറ്റൽ ഫ്രെയിമാണ്. ഇതിനെ നമ്മളൊരു നല്ലൊരു പ്ലാന്ററാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ തടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഡെക്കിംഗ് വുഡാണ്. ഇത് വെച്ച് ഞാനതൊരു നല്ലൊരു വലിയ ഒരു പ്ലാന്ററാക്കി മാറ്റാൻ പോവുകയാണ്. പ്ലസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ല, ഇതിൻ്റെ മുകളിൽ ഞാൻ ഫുള്ള് ഡെക്കിംഗ് വുഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നിറയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ ചെടികൾ വയ്ക്കും. അപ്പം ഒത്തിരി അട്രാക്റ്റീവ് ആകും. എൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞാൻ ലെങ്ത്ത് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തു. കല്ലിത് ഫിക്സ് ചെയ്തു. അടുത്തതായിട്ട് ഈ ഗാർഡൻ ബെഞ്ചിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒട്ടിക്കണം. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ മെറ്റൽ ഫ്രെയിമിനെ നമ്മളൊരു പ്ലാന്ററാക്കി മാറ്റുന്നു. ഇതേപോലെ വലുതും ചെറുതുമായ പ്ലാന്റർ, ട്രെല്ലീസ്, സ്മോൾ ഫെൻസ്, ഗാർഡൻ സ്വിങ്, ഇതെല്ലാം കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വ്യത്യസ്തമായ മെഷർമെന്റ്സിൽ ഞാൻ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതേക്കുറിച്ച് പ്രത്യേകിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇത്തരം ഗാർഡൻ ഐറ്റംസ് വേണ്ടവർ എയർലി ആയിട്ട് ബുക്ക് ചെയ്താൽ അടുത്ത സീസണിലേക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതാണ്. പലപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്ന ഡിസൈനിൽ ഇത്തരം വർക്ക് ചെയ്തു കൊടുക്കും. ശരിക്കും വീക്കെൻഡിലെ സ്പെയർ ടൈമിലാണ് ഞാൻ ഇത്തരം വർക്ക് ചെയ്യുന്നത്. വീക്ക് ഡേയ്സിൽ എൻ്റെ നോർമൽ ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എയർലി ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അല്ല, നമ്മുടെ പ്ലാന്റർ റെഡിയായി. ഇനി ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബാഗ് വെച്ചിട്ട് ചെടി വെക്കണം. അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നീളത്തിൽ ഒരു ഫുൾ സൈസ് പ്ലാന്റർ വെച്ച് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ആർച്ച് കൂടി ഉണ്ടാക്കാനാണ് അടുത്ത പരിപാടി. ഈ കാണുന്ന പ്ലാന്റർ എൻ്റെ ഗാർഡന് സ്യൂട്ടാകുന്ന വിധത്തിൽ സ്വന്തമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇതിൽ നിന്ന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ബോർഡർ പ്ലാന്റർ എന്നാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്ററിൻ്റെ അകത്ത് ചെടിയും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പച്ചക്കറിയും നടാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾ അതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ അകത്ത് ചെടികൾ നട്ടിരിക്കുന്നതും തൊട്ടപ്പുറേ പച്ചക്കറി നട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അടുത്തൊരു പ്ലാന്റർ മേടിച്ചിട്ടുണ്ട്. ചെയ്ത് ചെടി വെച്ച് കഴിയുമ്പം ഇതേപോലെ ഇരിക്കും.
നമ്മളപ്പോൾ ഗാർഡനിങ്ങിനോടൊപ്പം തന്നെ കുറച്ച് കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ സൈഡ് മുഴുവനും കിളച്ചെടുക്കണം. ഒരു വർഷമായിട്ട് കിളയ്ക്കാതെ കിടക്കുന്നതാണ്, ഭയങ്കര കട്ടിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ കിളച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ റണ്ണർ ബീൻസ്, തക്കാളി, ബീറ്റ്റൂട്ട്, പിന്നെ ചീര ഇതെല്ലാം നടാൻ പോവുകയാണ്. ഈ കാണുന്ന മരം എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പുറകിലായിട്ട് നിന്നൊരു മരമായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൽ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്താണ്. അതിലാണ് ഈ തത്തയെ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഗാർഡനിൽ കാണുന്ന ഓരോ സംഗതികളും അത് ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടിട്ട് അതേ കോപ്പി ചെയ്യുകയൊന്നും അല്ല ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഓരോ സംഗതികളും നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച ആ പിക്ചറും ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യാം. നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 വീക്സ് ആയി. വീക്കെൻഡിൽ കിട്ടുന്ന കുറച്ച് സമയം ഞാൻ ഇവിടെ ഗാർഡനിന് വേണ്ടി ചിലവാക്കും. പിന്നെ വീക്ക് ഡേയ്സിൽ ഇപ്പോഴത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുന്ന ഒരു 9 മണിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 9 to 5 ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഗാർഡനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ കുറേ പണികളൊക്കെ ചെയ്ത് തീർക്കും. നമ്മൾ വെച്ച ചെടികളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ ഞാൻ എൻ്റെ ഗാർഡനിന് പല പല ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. കാരണം എപ്പോഴും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബോറാകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ഗാർഡനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ പല കൃഷികളും ചെയ്യുന്നുണ്ട്. കാരണം വിഷമില്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള ചീര, തക്കാളി, റണ്ണർ ബീൻസ്, ബീറ്റ്റൂട്ട് ഇതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റും. ഇത്തരം സംഗതികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒട്ടും ഈസിയല്ല, വളരെ നല്ല കഷ്ടപ്പാടുണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നതിന്. നമ്മൾ ഒരു വീടാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വേണ്ട മറ്റ് സംഗതികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ബോർഡർ പ്ലാന്റിൻ്റെ അകത്ത് ടോപ്പ് സോയിലും കമ്പോസ്റ്റ് കൂടി മിക്സ് ചെയ്തതിൻ്റെ അകത്ത് മുഴുവൻ ചെടി വെച്ചു. പിന്നെ അതിൻ്റെ അകത്തെ സൈഡിൽ ചീരയും പിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാരലിൽ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ച് റെഡിയാക്കി എടുത്താണ്. 2-3 വർഷമായി, ഇപ്പോഴും ഒരു കുഴപ്പമില്ല നിൽക്കുന്നു. ചിത്രരചനയിൽ പണ്ടേ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ഒന്ന് ട്രൈ ചെയ്യാണ്. കലയെ കൊല ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.
വിനോദയാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.